കഴിഞ്ഞ കാര്യങ്ങളല്ലേ അല്ലാതെ വില കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങളൊരു കോംപ്രമൈസ് കാണിക്കുന്നതല്ല. നിലപാട് നേരിട്ട് വ്യക്തമാക്കിത്തരാണ്. ഫാക്ടറിയുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കിണറുകളിൽ വെള്ളം മലിനമാണ്. മാലിന്യ സംസ്കരണ സംവിധാനമില്ലാതെ ഒരു ദിവസം പോലും ഫാക്ടറി പ്രവർത്തിക്കില്ല. ഞാൻ ചെയ്യാവുന്ന സമ്മതിച്ചില്ല, പക്ഷെ സമയമില്ല. അതുവരെ ഫാക്ടറി പൂർത്തിയിട്ടാൽ വരുന്ന നഷ്ടം. ഒരു കാര്യം ചെയ്യാൻ മുകുന്ദൻ നിർദ്ദേശിക്കുന്ന 10 പേർ സഖാക്കൾ പണിയില്ലാത്തവർക്കാണല്ലോ ഞാൻ ജോലി കൊടുക്കുന്നത്. പാർട്ടിക്ക് കഴിയുന്നില്ല. ഒരു സാമൂഹ്യ വിരുദ്ധനെതിരെയാണ് ഈ സമരം, അല്ലാതെ തൊഴിലില്ലായ്മക്കെതിരെയല്ല. നമ്മൾ ജോലി കിട്ടുന്നത് നല്ല കാര്യമില്ല. സഖാവ് അങ്ങനെ സംസാരിക്കുന്നത് അതല്ല. സമരം നമ്മൾ വിജയിപ്പിക്കും, പക്ഷേ ഈ പക്ഷത്തിൽ കൂടുതൽ ഉണ്ടാകാതെ അതിനാണല്ലോ കോംപ്രമൈസ് എന്ന് പറയുന്നത്. ധാരാളം മെമ്മോറാണെങ്കിൽ സർക്കാരിലേക്ക് കൊടുക്കണം. ഈ നാട്ടുകാരെ മഹാരോഗികളാക്കുന്ന ഒരു പരിപാടിയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കോംപ്രമൈസ് ഉള്ളേയുള്ളൂ. എപ്പോഴും മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക. അതുവല്ല പ്ലാന്റ് സ്ഥാപിക്കാൻ രൂപായത്തോളം പല വിഷയവും താനെന്താ പറഞ്ഞാൽ സമരം വിജയിപ്പിക്കണം. അത് പിന്നെ പരസ്യമായിട്ട് എതിർക്കാനുള്ള ചങ്കുറ്റം വേണം. ഇങ്ങനെ പരസ്പരം പേടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ താൻ തന്റെ പാർട്ടി രക്ഷത്. ഈ വിലക്കൊല്ലുകളെ വളർത്തുന്നത് അനാഥത്താണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ റാസ്കലിനെ കാൻഡിഡേറ്റ് ആക്കാൻ ആലോചനയുണ്ടെന്നാ കേൾക്കുന്നത്. താൻ ഒഴിഞ്ഞി കന്നഡയിൽ വിജയിക്കുക നടന്ന കാലിനടിയിലെ മണ്ണ് ഒഴുകി പോകുന്നതും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അത് രാഷ്ട്രീയ അവസരം വരുമ്പോൾ അവസരം വരുമ്പോൾ ഡിഫറൻറ്റ് അവൈലബിളോ ഇന്നോ വെട്ടി നിരത്തൽ. ഓ, എന്താണ് വെട്ടി നിരത്തുന്നത്? നെൽപ്പാടം നിരത്തി വാഴ വെച്ചിരിക്കുകയാണല്ലോ അവിടെ. ആ വാഴ മുഴുവൻ നിലനിർത്തും. വാഴയും ഒരു കൃഷിയല്ലേ പോകുന്നത് ആയിരിക്കാം, പക്ഷെ വാഴപ്പഴം കൊണ്ട് ചോറുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ദോശ, പൊക്കറി, ഇഡ്ഡലി, ചേരി ചുരുക്കത്തിൽ മലയാളികളുടെ അടിസ്ഥാന ആഹാരത്തിന് അരി തന്നെ വേണം. നെൽപ്പാടം നിരത്തിയാൽ അരിക്ക് ഇവിടെ പോകും. ആന്ധ്രക്കാരന്റെ അരി വരെ വരുന്നതിനകത്ത് മലയാളി വായും പിടിച്ചിന് എനിക്ക് വർഷമായിരുന്നു. അതിന് ഞാൻ പറഞ്ഞു എങ്ങനെ വിഷയം വിട്ടേക്കും. വെട്ടി നിരത്തൽ പാർട്ടി നയമാണ്, നടപ്പിലാക്കിയേ പറ്റൂ. അല്ല ആ EP പോയി അച്ഛനോട് സാധ്യതയുണ്ടായിരുന്നല്ലോ, അവരെ സസ്പെൻഡ് ചെയ്ത് അച്ഛനോ സംഭവം അറിഞ്ഞില്ല. വെറുതെ നഷ്ടം ചെയ്തതല്ല, അവർ മദ്യപിക്കുന്നത് രഹസ്യമായി എന്ന് പാർട്ടിക്ക് റിപ്പോർട്ട് കിട്ടി. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു പാർട്ടി പ്രവർത്തനം അങ്ങനെ ചെയ്താൽ സസ്പെൻഷനല്ല, ചിലപ്പോൾ ഡിസ്മിസ് ചെയ്യുമ്പോൾ വരും. അങ്ങനെ നോക്കിയാൽ ഒരുപാട് പേര് ഡിസ്മിസ് ചെയ്യേണ്ടി വരുമല്ലോ. ഒരുപാട് പേര് ഒത്തിരിച്ചാൽ ഒരുപാട് പേരെ ഡിസ്മിസ് ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ വോട്ട കുടിക്കാൻ നേതാക്കന്മാർ അപൂർവമായിരുന്നു. അങ്ങനെ വോട്ട കുടിക്കാനല്ലോ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് നടന്നു. പാർട്ടി വിളപ്പിന് ശേഷം, അതായത് 1954 ശേഷം നമ്മൾ റഷ്യ അംഗീകരിക്കാറില്ലല്ലോ. 54 മുമ്പ് വോട്ട കുടിക്കുന്ന നേതാക്കന്മാരെ നമ്മൾ അംഗീകരിച്ചിരുന്നു. അതിന്റെ പാർട്ടിക്ക് തെറ്റ് പറ്റിയതാണ്. തെറ്റ് പറ്റിയാൽ 30-40 വർഷം കഴിഞ്ഞാൽ പാർട്ടി തീർത്താറുണ്ട്. അത് ശരിയാ. അങ്ങനെ വരുമ്പോ ഇന്നത്തെ വാഴവെട്ട് തെറ്റായി പോയി എന്ന് കുറെ കാലം കഴിച്ചു ബോധ്യപ്പെട്ടാൽ ഇപ്പോൾ വെച്ചുകൊണ്ട് തന്നെ കാണുമോ പകരം ആലോചിച്ചുകൂടെ? ഈ വോട്ട വാഴവെട്ടു ഇത് രണ്ട് വിഷയങ്ങളാണ്. ചിലപ്പോൾ സംസ്ഥാനത്തിൽ രണ്ടും പാർട്ടിയിൽ വർദ്ധിച്ചിരിക്കും. ചിലപ്പോൾ പ്രായത്തിന്റെ കാലം. പാർട്ടി നയങ്ങളുടെ കാര്യത്തിൽ എനിക്കോട് വിഷയമാണ്. നല്ല കാര്യം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ചിലപ്പോൾ പാർട്ടി എടുത്തത് നീ എന്നെ സസ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ പാർട്ടി കാര്യത്തിൽ അച്ഛനും വേറൊന്നുമില്ല. അതറിയാം. എന്താണ് എന്നോട് മുമ്പൊരിക്കലും പറയാൻ തോന്നാത്ത ഒരു കാര്യം പ്രായം കടന്നു പോയി എന്നറിയാം. രാഷ്ട്രീയ നിലപാടുകളെ നമ്മുടെ ചൈനയിലോ ക്യൂബയിലോ ഒക്കെയാണെങ്കിൽ എന്താണ് അവിടെ സ്ത്രീകളുടെ രാഷ്ട്രീയ ബോധം? അവിടെ വരെ പോയി കല്യാണം കഴിക്കുക അത്ര എളുപ്പമല്ല. ഞാൻ പറയാൻ പറ്റില്ല. അതെന്തായാലും
ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. ഈ പോലീസുകാരെ തല്ലിക്കൊല്ലുന്ന ഏർപ്പാടാണെന്ന് ആർക്കറിയാം. അല്ല, പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം നടക്കുന്നതാണ്. അതൊന്നും നീ പറയാൻ ഞാനവിടെ വായിച്ചില്ല. ഇനി ശരിയാണെന്നുണ്ട് ഒരു കാര്യം ചെയ്യും. ഇപ്പൊ നീ ഒരു കല്യാണം കഴിച്ചു ഇന്ന് കുറെ കാലം കഴിഞ്ഞ് കേട്ടു. നീ എപ്പോഴാണ് പോയെന്ന് പറഞ്ഞേ? ഇന്നലെ നീ ഇതുവരെ എവിടെയായിരുന്നു? 2 ലക്ഷം കൊടുക്കണ്ടായിരുന്നു. യൂത്ത് ഫെഡറേഷന്റെ ഭാഷയെ ഉണ്ടാക്കി ലീവ് എടുത്തത്. ഇപ്രാവശ്യം ഉഷാറാക്കാം. അതിന് ഗ്രാൻഡ് എത്ര ചെലവെന്നല്ല പിന്നെ അങ്ങനെ ഭൂഷാദുബായിക്കാരുടെ കാശ് കൊണ്ട് വാർഷികം നടത്തേണ്ട ഗതികളൊന്നും പാർട്ടിക്ക് വരില്ല. അതുണ്ടാവുന്നത് അങ്ങനെ പറഞ്ഞത് കടമുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന നടത്തത്. ദുബായിലാണെങ്കിലും ചോരനീരാക്കി പണിയെടുക്കുന്ന തൊഴിലാളികളെ ഞാനും നീ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നതാണ് പ്രശ്നം. മൾട്ടിനാഷണൽ കമ്പനികൾ രാഷ്ട്രീയം വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ നീരാക്കുന്ന ചോര ചെമ്മണ്ണൂരിലല്ലേ നീ നീരാക്കുന്നത്? എവിടെ പണിയെടുത്താലും തൊഴിലാളിക്ക് അവരുടെ കൂലി കിട്ടിയാൽ പോലെ ഞാൻ ഇവിടെ നീരാക്കുന്ന അതേ ചോര ദുബായിൽ നീരാക്കുമ്പോൾ ഉച്ചയ്ക്ക് 12 ആക്ടിവിറ്റി കിട്ടും. അത് ഞാനവിടെ കുറിച്ച് മുടക്കം മാസം ഇങ്ങോട്ട് അയക്കണമല്ലോ. അതുകൊണ്ട് കാര്യമായില്ല. നീ എന്താ പോകുന്ന അസാധുത അവൻ ദുബായി പോയി ഭൂഷണമെന്ന് പറഞ്ഞില്ല. ഞാനിതൊന്നും പരീക്ഷിച്ചതല്ലേ. പഴയ രീതി ഇപ്പോഴും